ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരിക്ക് കേൾക്കാമല്ലോ? കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर की नाम की महिमा हो. 2021 വർഷത്തിലും നമുക്ക് ഒരുമിച്ച് കാണുവാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2021 में अब मिलने के लिए प्रभु ने अवसर दिया, इसलिए प्रभु को हम धन्यवाद देते हैं. കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈ മിഷണറി കൂട്ടായ്മ തുടർന്ന് നടത്തുവാൻ ദൈവം തന്ന നല്ല സാവകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. पिछले साल में शुरू किया हुआ ये मिशनरी जो कॉन्फ्रेंस है और कंटिन्यू करने के लिए प्रभु ने दिए हुए अवसर के लिए प्रभु को धन्यवाद देते हैं. ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെയും ഇത് സംബന്ധിക്കുന്ന എല്ലാ മിഷണറിമാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. और इसे मीटिंग को अगुवे करने वाला और अगुवे को लीडर्स को और इसमें शामिल हुआ सभी प्रभु के दासों को प्रभु यीशु मसीह के नाम से और जय मसीह की अभिवंदन है. നമ്മുടെ പ്രിയമുള്ള വിൽസൺ ബ്രദർ ഒരു മിഷണറി യാത്രയിലാണ്. നാം എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. और हमारे प्रिय जो विल्सन पास्टर है और मिशनरी यात्रा में है, अब मिलकर उनके लिए प्रार्थना करना है. കഴിഞ്ഞ വർഷം നമുക്ക് വളരെ കുറച്ച് മിഷണറി യാത്രകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും നമുക്ക് ധാരാളം പ്രാവശ്യം ഒരുമിച്ച് കാണുവാനായിട്ട് ദൈവം ഇടയാക്കി. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. और दो मिशनरी यात्रा किया है, लेकिन इससे बढ़कर हम हर महीना मिलने के लिए और बातचीत करने के लिए प्रभु में सहायता किया, इसलिए मैं प्रभु को धन्यवाद देते हैं. 2020 വർഷം ധാരാളം പ്രതികൂലങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയ ഒരു വർഷമാണ്. और 2020 कई प्रकार की कठिनाई से परेशानी से होकर गुजरे हुए साल है. ഈ വർഷം നമ്മൾ അധികം നന്മകളാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒന്നും കുറഞ്ഞു പോകും എന്നാരും ധരിക്കരുത്. और इस नया साल में हम कई प्रकार के भलाई को चाहते हैं, लेकिन कोई ये ना सोचे और प्रतिकूल वातावरण परेशानी नहीं रहेगा ऐसा बोलकर कोई ना सोचे. അങ്ങനെ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ നാം ഒരിക്കലും ഇടറിപ്പോകാതെ നിലനിൽക്കണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. और प्रतिकूल वातावरण में भी समस्या में भी हम कोई भी ठोकर ना खाए ना डगमगाए, ये प्रभु हमारे प्रति चाहते हैं. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ചില കൊച്ചു കൊച്ചു ചിന്തകൾ നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് തുടങ്ങുന്നത്. और उसके संबंधित कुछ बातों को कुछ वचनों को आज हम मनन करने जा रहे हैं. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. आइए हम अपना सिरों को झुकाए, हम प्रार्थना करेंगे. സ്നേഹവാനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमें प्रेम करने वाले हमारे स्वर्गीय पिताजी, ഞങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ അവിടുന്ന് ക്രമപ്പെടുത്തി തരണമേ. और हमारे हृदय का विचारों को प्रभु जी आप सही ढंग से हमें और कर दे. ഞങ്ങൾ ഇന്ന് പഠിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണം. और आज हम जो वचन को सीखेंगे प्रभु जी वो हमारे जीवन के लिए अनुग्रह और आशीष के कारण होने के लिए सहायता करें. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തിരിക്കുന്ന ഒരു വ്യക്തി പോലും വേദനയുടെയും ഭാരത്തിന്റെയും മധ്യത്തിൽ ഇടറിപ്പോകുവാൻ ഇടയാകാതെ നിന്റെ കരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ. प्रभु जी इस मीटिंग में शामिल हुआ कोई भी व्यक्ति और दर्द में परेशानी में समस्या संकट में होकर और पीछे हटने के लिए नहीं, और प्रभु आपकी अनुग्रह आशीषों से भरपूर करे. അങ്ങയുടെ ക്രൂശിന്റെ മറവിൽ ഞങ്ങൾ ഓരോരുത്തരെയും മറയ്ക്കണമേ. और आपके क्रूस की आड़ पर हमें संभाल कर रखे. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, यीशु मसीह के नाम से पिता, आमीन. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर की नाम की महिमा हो. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 6-ാം വാക്യം. और आज के मनन के लिए हमने निकाला हुआ वचन है मत्ती सुसमाचार 11 अध्याय का 6 पद. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. और यीशु मसीह ने इस प्रकार कहा, और मैं उससे ठोकर ना खाते हैं और तो धन्य है. ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. और जो ठोकर ना खाने वाला धन्य है. ഈ വാക്യം അല്ലെങ്കിൽ ഈ ഉത്തരം കർത്താവ് പറയുന്നത് പുരുഷാരത്തോടോ യേശുവിന്റെ ശിഷ്യന്മാരോടോ അല്ല,
മറിച്ച് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരോടാണ്. और ये जो वचन प्रभु जो कह रहे हैं और प्रभु के लोगों से या यीशु के चेलों से नहीं, യോഹന്നാൻ के चेलों से कह रहे हैं. ഈ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു സംഗതി, ഇടറിപ്പോകുവാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. और ये वचन हम मनन करते समय हमें ध्यान देना है, हम ठोकर खाने का लायक ऐसे एक पृथ्वी पर हम जी रहे हैं. അനേകം വിശ്വാസികൾ ഇടറി വീണുപോയ ഒരു കാലമാണ് ഇത്. और कई विश्वासी लोग ठोकर खाकर गिरे हुए एक ऐसा जमाने में हम जी रहे हैं. അതുകൊണ്ട് കർത്താവ് നമുക്കൊരു നല്ല മുന്നറിയിപ്പ് നൽകുകയാണ് ഈ വാക്യത്തിലൂടെ. और इसीलिए प्रभु यीशु मसीह हमें एक चेतावनी तो दे रहे हैं इस वचन के द्वारा. വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം മുന്നറിയിപ്പുകളെ കാണുവാനായിട്ട് സാധിക്കും. और वचन के अंदर, बाइबल के अंदर कई प्रकार की चेतावनी को हम देख सकते हैं. ഈ മുന്നറിയിപ്പുകളെല്ലാം നമ്മെ ആത്മീയമായി വളർത്തുവാൻ വേണ്ടിയാണ്. और ये जो चेतावनी हमें जो देता है आत्मीय तौर से हमें आगे बढ़ाने के लिए. അതല്ലാതെ നമ്മെ കൂടുതൽ കഷ്ടപ്പെടുത്തുവാനോ നമ്മെ തളർത്തുവാനോ വേണ്ടിയല്ല എന്നുള്ളത് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. अब इस बातों को समझना है, ये चेतावनी जो दे रहे हैं ये हमें तंग करने के लिए, परेशान करने के लिए, हमें क्लेश में डालने के लिए नहीं है. മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ അപകടമുണ്ടാകുമെന്നുള്ളതും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. और बाइबल हमें सिखाती है जो चेतावनी को जो देता है उसको हम यदि नहीं मानेगा तो आगे खतरा है. സങ്കീർത്തനങ്ങൾ 1:1 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. और भजन संहिता 1 का 1 हम सभी लोग जानते हैं. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന് നൽകുന്ന മുന്നറിയിപ്പ്. और वहां एक चेतावनी दे रहे हैं, दुष्टों में युक्ति पर ना चले, पापियों के मंडली पर ठट्ठा करने वाला मंडली पर ना बैठे, पापियों के रास्ता पर मार्ग पर खड़ा ना रहे. ഇത് നമ്മൾ ലംഘിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം. और इस आज्ञा को उल्लंघन करेगा तो हमारे जीवन के अंदर बहुत बड़ा परेशानी में और समस्या में आएंगे, हमें मालूम है. യേശുവിനോട് കൂടെ നടന്ന പത്രോസിന് കർത്താവ് കൊടുത്ത ഒരു മുന്നറിയിപ്പാണ്, നീ ഈ രാത്രിയിൽ കോഴി 2 വട്ടം കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും എന്നുള്ളത്. और यीशु मसीह के साथ चला हुआ चेला पत्रोस से यीशु मसीह ने कहा, आज मुर्गे के बांग देने के पहले तू मुझे 3 बार इनकार करेंगे. പക്ഷെ പത്രോസ് അതിനെ കാര്യമായിട്ട് എടുത്തില്ല. പത്രോസ് പറഞ്ഞു, അങ്ങനെ ഒരു നാളും സംഭവിക്കുകയില്ല എന്ന് വീരവാദം പറയുകയായിരുന്നു. और लेकिन इस बातों को पत्रोस विश्वास नहीं किया. पत्रोस यीशु मसीह से बोलने लगे, ऐसा हो ही नहीं सकता. എന്നാൽ കേവലം ഒരു ബാല്യക്കാരത്തിയുടെ മുന്നിൽ പോലും യേശുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞു. लेकिन आगे बढ़कर हम देख सकते हैं एक नौकरानी सामने पत्रोस ने यीशु मसीह को इनकार किया. അതിനുശേഷം പത്രോസിന് വളരെ വേദനയോടുകൂടെ ദുഃഖത്തോടുകൂടെ കരയുന്ന അനുഭവം നമുക്കറിയാം. और उसके बाद पत्रोस बहुत दुखित होकर रोते हुए हम देख सकते हैं. അതുകൊണ്ട് മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്, അവഗണിച്ചാൽ വേദനിക്കേണ്ടി വരും. और इसलिए चेतावनी को कोई तुच्छ ना जाने, यदि ऐसी जानेगा तो हमें आगे दुखित होना पड़ेगा. ഇന്നത്തെ വേദഭാഗത്തിൽ യേശു നൽകുന്ന മുന്നറിയിപ്പ് ഇടറിപ്പോകരുത് എന്നാണ്. और आज का वचन में प्रभु यीशु वचन हमें देता है, हम ठोकर ना खाए. ഇതിന് സമാനമായിട്ട് മറ്റൊരു ഭാഗത്ത് പൗലോസ് പറയുന്നത് നാം ശ്രദ്ധിക്കണം. और इसके समान दूसरे भागों में संत पौलुस इस प्रकार कहते हैं. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ അത് കാണുവാൻ കഴിയും. और पहला कोरिन्थी 10वां अध्याय में हम इस बातों को देखता है. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കുക എന്ന്. और उसमें लिखा है, जो मैं खड़ा हूं ऐसा लगने वाला ना गिरने के लिए संभाल कर रहे.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ കുറിവാക്യം പറയുന്നത് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരോടാണ്. और पहले मैंने जो बताया उसी प्रकार आज का जो वचन हमें बताते हैं यूहन्ना की चेलों से. ഇതിന്റെ സന്ദർഭം ഞാനൊന്ന് വിശദീകരിക്കട്ടെ. और इसके और परिस्थिति को मैंने थोड़ा बताना चाहूंगा. യേശുവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ തടവിലായി കിടക്കുകയാണ്. और यीशु मसीह के आगे मार्ग दिखाने के लिए आई हुई यूहन्ना बंदी गृह में है. ഹെരോദാവ് അവനെ തടവിലാക്കി. അവൻ മരണം പ്രതീക്ഷിച്ച് തടവിൽ കഴിയുകയാണ്. उनको उस समय के राजा ने जो बंदी गृह में डाला और मृत्यु के इंतजार करते रहा है. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. യേശു വരും, തന്നെ ഈ തടവിൽ നിന്ന് രക്ഷിക്കും, ഇവിടെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുമെന്ന് യോഹന്നാൻ സ്നാപകൻ പ്രതീക്ഷിച്ചു കാണും. उस समय यूहन्ना का अंदर एक विचार रहा, ये बंदी गृह से मुझे छुड़ाने के लिए यीशु आएगा, मुझे बचाएगा. उस प्रकार की प्रतीक्षा करते हुए और इंतजार करते रहा. പക്ഷെ യേശു വന്നില്ല, യോഹന്നാൻ സ്നാപകനെ വിടുവിച്ചില്ല. യോഹന്നാൻ സ്നാപകൻ തടവിൽ തന്നെ കഴിയേണ്ടതായിട്ട് വന്നു. लेकिन यीशु मसीह उनके पास नहीं गए, यूहन्ना को नहीं छुड़ाए और यूहन्ना बंदी गृह में और पड़े रहना पड़ा. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. और यूहन्ना बपतिस्मा दाता के बारे में हम जो सुनते समय कुछ बातों को समझना है. യേശുവിനെ നല്ലതുപോലെ മനസ്സിലാക്കിയവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. और यीशु मसीह को सही ढंग से पहचाना हुआ, अच्छी तरह से जाने हुए व्यक्ति है यूहन्ना. യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതാ പോകുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. यीशु मसीह को देखते हुए यूहन्ना बपतिस्मा दाता ने इस प्रकार बोलने लगा, देखो और इस दुनिया का पाप का बोझ को उठाने वाला मेमना है. യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, അവന്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന്. और यीशु मसीह को दिखाते हुए यूहन्ना कह रहे हैं, उनका और चप्पल का रस्सी खोलने के लिए मैं योग्य नहीं हूं. യേശുവിനെ സ്നാനപ്പെടുത്തിയ വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. यीशु मसीह को बपतिस्मा दिया हुआ व्यक्ति है यूहन्ना बपतिस्मा दाता. ആ സമയത്ത് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ ഇറങ്ങുന്നത് കണ്ടവനാണ് യോഹന്നാൻ സ്നാപകൻ. और उसी समय स्वर्ग में से और पवित्र आत्मा कबूतर की नाई यीशु मसीह पर आए हुए देखा हुआ व्यक्ति यूहन्ना. മാത്രമല്ല സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദമാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്നുള്ളത്, അതും ശ്രദ്ധിച്ചവനാണ് യോഹന്നാൻ സ്നാപകൻ. और इतना ही नहीं, स्वर्ग में से जो स्वर्गवाणी जो आवाज सुनी है और ये मेरे अति प्रिय पुत्र है, वो भी यूहन्ना सुना है. ഞാനോ കുറയണം അവനോ വളരണമെന്ന് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. यीशु मसीह को देखते हुए यूहन्ना बपतिस्मा दाता इस प्रकार बोलने लगा, मैं हट जाऊं, प्रभु मुझ में बढ़ जाए. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്ന യോഹന്നാൻ സ്നാപകൻ और इसी प्रकार की सब बातों को जानने वाला यूहन्ना बपतिस्मा दाता താൻ തടവിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. और जब बंदी गृह में रहा उस समय अपने चेलों को और यीशु मसीह के पास भेजे. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് താൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ യേശുവിനോട് ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീയാണോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന്. और दुनिया का पाप का बोझ को उठाने वाला मेमना ये बोलकर बोलने वाला यूहन्ना उनसे सवाल करता है, आने वाला मसीह तू है और हम और किसी का इंतजार करना है कि എല്ലാം വളരെ വ്യക്തമായി അറിയാമായിരുന്നിട്ടും യോഹന്നാൻ സ്നാപകന്റെ മനസ്സിൽ സംശയം ഉണ്ടായി. और सब कुछ क्लियर रीति से स्पष्ट रूप से जानने के बावजूद भी यूहन्ना के दिल के अंदर संदेह हुआ और डाउट हुआ. നാം എല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. हम सभी लोग प्रभु को प्रेम करने वाले लोग हैं. യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. यीशु मसीह पर विश्वास करने वाले लोग हैं. യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവരും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരും കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവരുമാണ്. यीशु मसीह के नाम से बपतिस्मा लिया, पवित्र आत्मा को पाया, प्रभु यीशु मसीह का सेवकाई करने वाले लोग हैं. അതുപോലെ തന്നെ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരും അതിനെ പ്രവർത്തിക്കുന്നവരുമാണ് നമ്മൾ. और उसी प्रकार कई लोगों को प्रभु में लाने के लिए और प्रभु की सेवा करते हुए उसके लिए प्रयत्न करने वाले लोग हैं. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും
ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. और इस सब कुछ हम करने के बावजूद भी कई बार हमारे जीवन के अंदर संदेह तो हो सकता है. ജീവിതത്തില് ഇടറുവാനായിട്ടുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് ദൈവത്തെ നാം സംശയിക്കുന്നതാണ്. और हमारे जीवन के अंदर ठोकर खाने से सबसे प्रथम सीढ़ी प्रथम कदम बोलने से हम प्रभु यीशु मसीह को संदेह करता है. ദൈവം തന്റെ സ്വന്തം മക്കളായി സൃഷ്ടിച്ചവരാണ് ആദാമും ഹവ്വയും. और परमेश्वर अपने रूप स्वरूप में अपना संतान होकर सृष्टि किया आदम और हव्वा को. എല്ലാ ദിവസവും ദൈവം അവരോടുകൂടെ ഒരപ്പൻ മക്കളോടുകൂടെ നടക്കുന്നത് പോലെ ഏദേൻ തോട്ടത്തിൽ അവരോടുകൂടെ നടന്നു. और हर दिन प्रभु परमेश्वर एक पिताजी अपने बच्चों के साथ चलते उसी प्रकार एदन की वाटिका में आदम और हव्वा के साथ चलते रहा. എന്നാൽ ഒരു ദിവസം പിശാച് പാമ്പിന്റെ രൂപത്തിൽ ഏദേൻ തോട്ടത്തിൽ വന്നു. और लेकिन एक दिन शैतान सांप के रूप लेकर एदन की वाटिका में आए. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. उत्पत्ति का किताब 3 अध्याय में हम उस बातों को देख सकता है. പാമ്പ് വളരെ കൗശലത്തോടുകൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യാതൊരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന്. और सांप उन लोगों से बड़ा चालाकी से सवाल कर रहे हैं, क्या वास्तव में कोई वृक्ष का फल नहीं खाने के लिए प्रभु ने कहा है कि नहीं. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചത് ഒരു സംശയത്തിന്റെ വിത്ത് ഹവ്വയുടെ മനസ്സിൽ ഇടുവാൻ വേണ്ടിയായിരുന്നു. और उनका वही सवाल सही ढंग से प्रभु ने इन और मना किया है कि नहीं, वो जो संदेह के उत्पन्न करने वाला एक सवाल है. നമുക്കറിയാം, ആ വിത്ത് ഹവ്വയുടെ മനസ്സിൽ വീണു, അത് വളർന്നു, അവൾ ആ ഫലം പറിച്ചു തിന്നു, അവൾ പാപത്തിന്റെ പട്ടികയിൽ അവൾ ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. हमें मालूम है वो सवाल उनका जीवन के अंदर संदेह उत्पन्न किया और पाप किया एदन की वाटिका से बाहर निकले. നമ്മുടെ ഉള്ളിൽ സംശയം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. और हमारे जीवन के अंदर भी कई प्रकार के संदेह तो शुरू कर सकता है और होने की संभावना है. സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കും. और संदेह जब हमारे जीवन के अंदर आ जाते हैं वो हमें अविश्वास की ओर हमें ले चलता है. പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എനിക്ക് വരുന്ന നേരിടുന്ന പ്രതിസന്ധികളെല്ലാം പ്രശ്നങ്ങളെല്ലാം എന്റെ കർത്താവ് കാണുന്നുണ്ടോ? और कई बार इसी प्रकार के हम सवाल करते हैं, मेरे जीवन के आने वाला समस्या परेशानी को क्या मेरा प्रभु देख रहा है कि नहीं. ഞാൻ ഇത്രയുമെല്ലാം കർത്താവിന് വേണ്ടി അധ്വാനിച്ചിട്ടും എന്തുകൊണ്ട് സുവിശേഷ വിരോധികൾ എന്നെ ഇത്രയും ഉപദ്രവിക്കുന്നു? और मैं इतना मेहनत करते हुए परिश्रम करते हुए प्रभु की सेवा करने के बावजूद भी जो समाचार की विरोध करने वाले लोग मेरे विरुद्ध में कार्य करते हैं. എന്തുകൊണ്ട് എന്റെ കുടുംബത്തിന് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു? और क्यों मेरा परिवार के अंदर इसी प्रकार की बीमारी आते हैं. എന്തുകൊണ്ട് എന്റെ ശുശ്രൂഷ വലുതാകുന്നില്ല? क्यों मेरा सेवकाई में बढ़ोतरी नहीं हो रही है. എന്തുകൊണ്ട് അങ്ങേ അറിയാത്ത ആൾക്കാർക്ക് ലഭിക്കുന്ന ഉയർച്ചകളും വളർച്ചകളും ഒന്നും എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങയുടെ വേലക്കാരനായിരുന്നിട്ടും എനിക്ക് ഉണ്ടാകുന്നില്ല? क्यों मेरे जीवन के अंदर जो अन्य लोगों के जीवन में जितना उन्नति आशीष मिलते हैं वो सब कुछ मेरे जीवन में क्यों नहीं मिलता है. സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മെ ഒരിക്കലും അവിശ്വാസത്തിലേക്ക് നയിക്കരുത്. और संदेह हमारे जीवन के अंदर आ सकता है, लेकिन वो चीज हमें अविश्वास की ओर हमें लेके नहीं चलना है. സംശയം ഉണ്ടാകുമ്പോൾ കർത്താവിന്റെ അടുക്കലേക്ക് പോകുക. और हमें जब संदेह होता है उस समय हम प्रभु यीशु के पास जाना है. സംശയം ഉണ്ടാകുന്നത് പാപമല്ല. और हमारे जीवन के अंदर संदेह और डाउट होते हैं वो जो पाप नहीं है. എന്നാൽ ഈ സംശയം ഉണ്ടാകുമ്പോൾ നാം കർത്താവിന്റെ അടുക്കലേക്കാണ് പോകുവാനായിട്ടുള്ളത്. लेकिन हमारे जीवन के अंदर डाउट और संदेह होते समय हम प्रभु यीशु के पास जाना है. യോഹന്നാൻ സ്നാപകന്റെ കണക്കുകൂട്ടലുകൾക്ക് അനുസരിച്ച് കാര്യം നടക്കാതെ വന്നപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ മനസ്സിൽ സംശയമുണ്ടായി. ഉടനെ യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരെ യേശുവിന്റെ അടുക്കലേക്ക് അയച്ചു. और यूहन्ना के जीवन के अंदर भी संदेह हुआ और जैसे विचार किए उसी प्रकार बात नहीं होने के समय संदेह होने के बाद वो अपना चेलों को यीशु मसीह के पास भेजे. യേശുവിനോട് തന്നെ തന്റെ സംശയത്തിന് നിവാരണം വരുത്തുകയാണ്. यीशु मसीह के पास जाकर उनका संदेह को दूर कर रहे हैं. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വരുവാനുള്ളവൻ നീയാണോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? उनका सवाल ये है, आने वाला मसीह तू है
या हम और किसी के इंतजार कर रहा है? യേശു പറഞ്ഞയക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. और यीशु मसीह उनका जो उत्तर दिया बड़े ध्यानपूर्वक हम उसको ध्यान करना है. ഞാൻ തന്നെയാണ് എന്ന് യേശു പറയുന്നില്ല. और मैं ही हूं बोलकर यीशु नहीं कह रहे. ഞാൻ തന്നെയാണ് നീ വിശ്വസിക്കുക എന്ന് യേശു പറയുന്നില്ല. और मैं हूं तुम विश्वास करो बोलकर यीशु नहीं कह रहे. യേശു അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീർന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനോട് ചെന്ന് പറയുക എന്ന്. और यीशु मसीह उनको यही उत्तर दिया, अंधे देखते हैं, लंगड़े चलते हैं, और कुष्ठ रोग शुद्ध होता है, और मुर्दे जिलाया जाता है. ये सब तुमने जो कुछ चमत्कार को देख रहा है वो यूहन्ना को पास जाकर बोलिए. ഈ ഉത്തരം നമുക്കുള്ള ഉത്തരമാണ്. और ये जो उत्तर हमारे लिए है. നമ്മളോട് അനേകർ യേശുവിനെ കുറിച്ച് സംശയം ചോദിക്കുന്നവരുണ്ട്. और हमारे पास कई लोग यीशु मसीह के बारे में कई संदेह को पूछता है. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. और तुम्हारा परमेश्वर कहां पर है, यही सवाल करने वाले लोग भी है. ഈ യേശുവാണോ ദൈവം എന്ന് സംശയിക്കുന്നവരുണ്ട്. और यीशु मसीह परमेश्वर है ऐसा पूछने वाले लोग भी है. നാം സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ, ഇതുപോലുള്ള സംശയങ്ങൾ ധാരാളം അഭിമുഖീകരിക്കുന്നവരാണ് നമ്മൾ. हम सुसमाचार की सेवा में लगा रहते समय हम इसी प्रकार की कई संदेह को सामना करने वाले लोग हैं. അവിടെ പറയുന്നത് ഇതാണ്: നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അവരോട് പറയുക എന്ന്. वहां पर यीशु मसीह कह रहे हैं, तुम जो देख रहा है और सुन रहा है और उन लोगों को पास जाकर बोलिए. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്, കാണുന്നത് മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. और मेरे प्रिय लोगों, मैं आपसे बोलना चाहता हूं, आप अपने जीवन के अंदर अनुभव किए हुए, आप जो देख रहा है, आप जो सुन रहा है और दूसरों को जाकर बताने के लिए ये वचन हमें सिखाती है. എങ്കിൽ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ സാധിക്കും. അവർ വീഴുന്നതിൽ നിന്ന് അവരെ തടയുവാനായിട്ട് കഴിയും. ऐसा करेगा तो कई लोगों को प्रभु यीशु के पास लाने के लिए होगा, कई लोग ठोकर खाने वाले लोगों को छुड़ाने के लिए एक कारण होगा. രണ്ടാമത് ഞാനൊരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കട്ടെ. और दूसरे एक बातों को मैं आपके सामने लिखना चाहता हूं. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. मरकुस सुसमाचार और उसके 6 अध्याय का 3रा पद. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും നമ്മോട് കൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. और वहां यीशु मसीह के चेले लोग आकर और कुछ सवाल करते हुए यीशु मसीह के पास से दूर हो रही है. वहां इस प्रकार क्या क्या ये वही बड़ाई नहीं जो मरियम का पुत्र और याकूब, योसेफ, यूदा और शिमोन का भाई है क्या? അവർ ഇടറിപ്പോയി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. और वहां लिखा है वो लोग ठोकर खाए हैं. രണ്ടാം വാക്യം നമ്മൾ വായിക്കുന്നത്, യേശു ശബ്ബത്തിൽ അവന്റെ പിതൃനഗരത്തിലുള്ള പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. और इस बातों को हम जो पढ़ रहे हैं, और यीशु मसीह शब्द के दिन में इस चर्च में जाकर उपदेश देते समय इस बात हो रही है. ഇടറുവാനായിട്ടുള്ള കാരണം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഇവന് കിട്ടിയ ജ്ഞാനവും അവന്റെ കയ്യിൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത് എന്ന് ചോദിച്ച് അവനിൽ വിസ്മയിക്കുന്ന ഒരു കൂട്ടം ആൾക്കാര്. और लोग ठोकर खाने का कारण यही है, इनको जो ज्ञान और वरदान और उनका चमत्कार करने का ये शक्ति सामर्थ्य कहां से मिला, ये कौन है, क्या है, और उन लोग आश्चर्यचकित होकर उन लोग ठोकर खा रहे हैं. ഒരു തച്ചന്റെ മകൻ എന്ന് അവർ കാണുന്ന യേശു ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ അവരിൽ അസൂയ ഉണ്ടാക്കി എന്ന് ചിന്തിക്കുവാൻ കഴിയും. और एक बड़ाई का बेटा है ऐसा विचार करने वाले लोगों के जीवन के अंदर यीशु मसीह ने किया वो चिन्ह और चमत्कार के काम उनका जीवन के अंदर ठोकर का कारण बना. അസൂയ നമ്മുടെ കണ്ണുകളെ കുരുടാക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. और उनका जीवन के अंदर जलन आए और जलन हमारे आंखों के अंधे बनाते हैं. തന്റെ സഹോദരനോട് തോന്നിയ അസൂയയാണ് ഹാബേലിനെ കൊല്ലുവാൻ കയീനെ പ്രേരിപ്പിച്ചത്.
और अपना भाई से हुआ जलन के कारण से हाबेल और कयीन को और मार डाला। ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് അന്നത്തെ സ്ത്രീകൾ ഗാനപ്രതിഗാനമായി പാടിയപ്പോൾ ശൗലിന് ദാവീദിനോട് അസൂയ തോന്നി. और उस समय शमूएल की किताबें पढ़ते हैं, शाऊल तो हजारों को, दाऊद 10,000 को मार डाले। ऐसा बात स्त्रियों ने जो गाना गाते समय शाऊल को दाऊद के प्रति और जलन आए। ദാവീദിനെ കൊല്ലുവാനായിട്ട് ശൗൽ ഒരു വേട്ടപ്പട്ടിയെ പോലെ ദാവീദിന്റെ പിന്നാലെ ഓടി നടന്നു. और दाऊद को मार डालने के लिए शाऊल एक कुत्ते के नाई और उसके पीछे पीछे भागने लगा, भगाने लगा। ഒടുവിൽ ശൗൽ അവസാനിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. और उसके बाद शाऊल के अंत के बारे में हम देख सकते हैं। യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണുന്നത് അസൂയ എന്ന് പറയുന്നത് സകല പാപങ്ങളുടെയും ആദ്യ ഭാഗമാണ്. और याकूब के पत्र 3 का 16 में हम देख सकता है, और जलन जो कर है और हमारा पाप का जो शुरुआत है। സകല ഈർഷ്യയും കലക്കവുമെല്ലാം അസൂയ കൊണ്ടുണ്ടാകുന്നതാണ്. सब प्रकार की ईर्ष्या और जलन और झगड़ा ये सब जलन से होता है। ഒന്ന് നാം ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ അസൂയ ഉണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കണം. और हम एक बात को समझना है, हमारे जीवन के अंदर दूसरे के प्रति इसी प्रकार का जलन है कि नहीं, अपने आप को देखना है। അസൂയയും പിണക്കവും ഉണ്ടെങ്കിൽ നമ്മൾ ജഡീകന്മാരാണ് എന്നാണ് പൗലോസ് പറയുന്നത്. और हमारे जीवन के अंदर और जलन और झगड़ा है तो हम एक सांसारिक इंसान के समान है। പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പത്രോസ് പഠിപ്പിക്കുന്നത് അസൂയ നീക്കിക്കളഞ്ഞ് രക്ഷയ്ക്കായിട്ട് വളരണം എന്നാണ് പഠിപ്പിക്കുന്നത്. जलन को दूर करते हुए हम और प्रभु की उपस्थिति में और वचन से बढ़ना है। എന്താണ് ഈ അസൂയ? क्या है और जलन? മറ്റൊരാളിന്റെ ഉയർച്ചയിലും വളർച്ചയിലും സന്തോഷിക്കുവാൻ കഴിയാതെ അവരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് അവരെ താഴ്ത്തിക്കെട്ടുവാൻ ശ്രമിക്കുന്ന അനുഭവമാണ് അസൂയയിൽ ഉണ്ടാകുന്നത്. और असूया का मतलब, जलन का मतलब यह है दूसरे का बढ़ोतरी को, दूसरे दूसरा उन्नति को देखते हुए उन्हें हम प्रोत्साहन ना करते हुए हमारे जीवन के अंदर होने वाला एक बात है जो जलन। അസൂയുള്ളവർ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നാം മറ്റൊരാളിനോട് അസൂയപ്പെടുമ്പോൾ ആരോടാണ് അസൂയപ്പെടുന്നത് അവർക്ക് ഒരു ദോഷവും സംഭവിക്കത്തില്ല, മറിച്ച് അസൂയപ്പെടുന്ന നമ്മുടെ അസ്ഥികൾക്ക് അത് ദ്രവത്വമായി ഭവിക്കുകയാണ് ചെയ്യുന്നത്. और जलन करने वाला हर एक व्यक्ति समझने की एक बात है, हम किसके प्रति जलन करते हैं उनको कोई प्रकार की हानि नहीं होगी। यदि हम जलन करेगा तो हमारे जीवन के अंदर, हमारे हड्डियों के अंदर और सुख। അതുകൊണ്ട് ഇടറിപ്പോകാതിരിക്കുവാൻ അസൂയയെ ഉപേക്ഷിക്കുക. और इसलिए ठोकर ना खाने के लिए हमारे जलन को हम दूर करना है। മൂന്നാമത് ഇടറി വീഴുന്നതിന്റെ മറ്റൊരു കാരണം നമ്മുടെ സമ്പത്താണ്. और तीसरी बात है, हम ऐसा ठोकर खाने का एक कारण हमारा जो धन संपत्ति है। സമ്പത്ത് ആവശ്യമാണ്, അനുഗ്രഹമാണ്. ധനവാനാകുന്നത് പാപമാണ് എന്ന് വേദവചനം പഠിപ്പിക്കുന്നില്ല. और धन संपत्ति हमें जरूरत है, हमें पाप नहीं है, और ऐसे वचन हमें नहीं सिखाती है। എന്നാൽ സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാ എങ്കിൽ അത് ആപത്തായിരിക്കും. लेकिन धन संपत्ति को किस प्रकार इस्तेमाल करना है उसके बारे में यदि हम नहीं जानते हैं तो हमारे लिए और ചിലർ സമ്പത്തിനെ എല്ലാം കൂട്ടിവെച്ച് അതിന് കാവലിരിക്കുന്നവരായിട്ടുണ്ട്. और कुछ लोग अपना धन संपत्ति को इकट्ठा करते हुए उसका रखवाला करने वाले लोग हैं। ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ
20-ാം വാക്യത്തിൽ അങ്ങനെയുള്ളവരെ ദൈവം വിളിക്കുന്നത് മൂഢന്മാർ എന്നാണ്. और लूका सुसमाचार 12 अध्याय के 20 पद में ऐसा लोगों के बारे में प्रभु का वचन में लिखा है. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് വന്ന ഒരു ധനവാനായ യുവാവിന്റെ ചിത്രം കാണുവാൻ കഴിയും. और आनंद काल का जीवन पाने के लिए आए हुए एक जवान के बारे में देख सकता है. യേശുവോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയത് അവന്റെ അമിതമായ സമ്പത്താണ് അവന് തടസ്സമായിരിക്കുന്നത് എന്ന്. और यीशु मसीह उनसे बात करते समय यीशु मसीह को मालूम हुआ उनके पास बहुत ऐसे धन दौलत है, इसी कारण से वो आशीष पाने के लिए रुकावट है. അങ്ങനെ അമിതമായ സമ്പത്ത് മറ്റുള്ളവർക്കായിട്ട് പങ്കുവയ്ക്കുവാൻ യേശു ആവശ്യപ്പെട്ടപ്പോൾ അവന്റെ നിത്യജീവനേക്കാൾ അവൻ അധികം വിലമതിച്ചത് അവന്റെ സമ്പത്തിനെ ആയിരുന്നു. അതുകൊണ്ട് അവൻ ദുഃഖിച്ച് മാറിപ്പോയി. और यीशु मसीह उनका धन संपत्ति को बेच कर कंगालों को देने के लिए कर दिया तो, और सबसे ज्यादा संपत्ति को प्रेम करने के कारण नौकर का कर चला गया. നാം സമ്പത്തിൽ ആശ്രയിക്കുന്നവരാണോ? क्या हम अपना धन दौलत पर आश्रय रखने वाले लोग हैं? സമ്പത്തിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നാം ഇരുന്നാൽ നമുക്ക് ഒരിക്കലും നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയുകയില്ല. और धन दौलत को हम इकट्ठा करके उसमें प्यार करके रहेगा तो आनंद काल का जीवन को पाना मुश्किल की बात है. മർക്കോസ് 10:22 പറയുന്നത് പോലെ കർത്താവിന്റെ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോകുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. और मरकुस सुसमाचार 10:22 में जिस प्रकार लिखा उसी प्रकार उस वचन को सब सुनते हुए हम दुखित हो जाएंगे. ജനങ്ങളിൽ തന്നിരിക്കുന്ന സമ്പത്ത് ദൈവത്തിന്റെ ഹിതപ്രകാരം അത് ഉപയോഗിക്കുവാനും അത് പങ്കുവയ്ക്കുവാനുമുള്ളവരാണ് എന്നുള്ളത് നാം ഓർക്കുക. परमेश्वर हमें दिया हुआ जो धन संपत्ति है और परमेश्वर की इच्छा के अनुसार उसको इस्तेमाल करने के लिए उपयोग करने के लिए और प्रभु दिया है. നാലാമതായിട്ട് ചിന്തിക്കുമ്പോൾ സദൃശവാക്യങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം എന്ന്. और निधि वचन 16 अध्याय का 18 पद में लिखा है, जो एक व्यक्ति घमंड करते हैं और गिरने से पहले उसका ये सब कुछ हो जाती है. ഇന്ന് അനേകം ദൈവവേലക്കാർ ഇടറി വീഴുവാൻ കാരണം അവരുടെ ആത്മീയമായിരിക്കുന്ന അഹങ്കാരമാണ്. और आज कई प्रभु का दास लोग गिर जाने का एक ही कारण है और उनके अंदर आत्मिक तौर पर घमंड आ जाती है. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിലെ ചുങ്കക്കാരന്റെയും പരീശന്റെയും പ്രാർത്ഥനയിൽ പരീശന്റെ പ്രാർത്ഥന അഹങ്കാരം നിറഞ്ഞതായിരുന്നു എന്ന് കാണുവാൻ കഴിയും. और लूका सुसमाचार 18 अध्याय के अंदर और चुंगी लेने वाला और परी से और दोनों का प्रार्थना के बारे में हम देख सकते हैं. एक प्रार्थना को बड़े अहंकार से घमंड से भरा हुआ है. അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. और प्रार्थना का उत्तर प्रभु नहीं दिया है वो भी हम जानते हैं. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിൽ പറയുന്നു, അഹങ്കരിച്ചിരിക്കുന്നവരെ ദൈവം ചിതറിക്കുന്നു എന്ന്. और लूका सुसमाचार 51 में तो लिखा है, अहंकार करने वाले लोगों को प्रभु तितर बितर कर देता है. അതുകൊണ്ട് നാം ഒരിക്കലും അഹങ്കാരികളായി തീരരുത്. और इसलिए हम कभी भी अहंकारी यानी अहंकार या घमंड हमारे जीवन के अंदर नहीं होना है. എന്തെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ് എന്നോർത്ത് നാം താഴ്മയോടും വിനയത്തോടും കൂടെ ആയിരിക്കണം. और कुछ भी प्रभु हमें दिया है तो वो प्रभु का दान है बोलकर समझते हुए हम नंबर वो करना है. യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് തർക്കമുണ്ടായി, ആരാണ് വലിയവൻ എന്ന്.
और यीशु मसीह के चेलों के मध्य में भी इसी प्रकार की विचारों के अंदर आए। യേശുവിന്റെ രണ്ട് ശിഷ്യന്മാർ യാക്കോബും യോഹന്നാനും ചെന്ന് യേശുവിനോട് പറയുന്നത് നിന്റെ ഇടത്തും വലത്തും ഇരിക്കുവാൻ ഞങ്ങൾക്ക് അനുവാദം തരണമെന്നാണ്. और याकूब और यूहन्ना यीशु मसीह के चेले यीशु मसीह से कह रहे हैं तेरे बाएं और दाएं बैठने के लिए हमें अनुमति दे। യേശുവിന് വേണ്ടി തടവിലാകുവാനും മരിക്കുവാനും ഒരുക്കമുണ്ട് എന്ന് വളരെ അഹങ്കാരത്തോടു കൂടെ പറഞ്ഞവനാണ് പത്രോസ്. और पतरस बड़े अहंकार घमंड के साथ कहे यीशु तेरे लिए मरने के लिए जीने के लिए और बंदीगृह में होने के लिए तैयार बोलने वाला व्यक्ति। എന്നാൽ ഓർക്കണം, വലിയവനാകുവാൻ ആഗ്രഹിച്ച ശിഷ്യന്മാരും ഇടത്തുവശത്തും വലത്തുവശത്തും ഇരിക്കുവാൻ ആഗ്രഹിച്ചവരും ഞാൻ ഒരു നാളും നിന്നെ തള്ളിപ്പറയുകയില്ല, നിന്നോട് മരിക്കുവാനും ഒരുക്കമാണെന്ന് പറഞ്ഞ പത്രോസുമെല്ലാം യേശുവിനെ ശത്രുക്കൾ പിടിക്കുമ്പോൾ വിട്ട് ഓടിപ്പോയി എന്ന് കാണുവാൻ കഴിയും. अब एक बात हमको समझना है, कभी मैं तुझे ना छोड़ूंगा, तेरे साथ संग रहूंगा बोलने वाला पतरस और दाएं बाएं बैठने के लिए चाहे वाला यूहन्ना और याकूब, ये सभी लोग यीशु मसीह को अपना दुश्मन लोग पकड़ते समय यीशु मसीह को छोड़कर उन लोगों ने भाग गया। യേശു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മൂന്നാണിമേൽ തൂങ്ങി കർത്താവിന്റെ മൃതശരീരം ഒരു അനാഥ പ്രേതം പോലെ കാൽവരി മലയിൽ കിടക്കുകയാണ്. और यीशु मसीह का क्रूस पर मरे और उनका प्राण छोड़ने के बाद उनका लाश एक ऐसा कोई बारिश ना रहे, कोई इसका अधिकारी नहीं, इसी प्रकार और लाश क्रूस पर पड़ा हुआ है। ഏത് നിമിഷം വേണമെങ്കിലും കഴുകന്മാർ കൊത്തിവലിക്കുന്ന രീതിയിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു അനാഥ ശവശരീരം പോലെ യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ്. और कोई भी समय और उगा आकर उसको तो खा सकता है, चिड़िया आकर उसको और रोक सकते, इसी प्रकार की परेशानी और संत हुई यानी यीशु काल्वरी क्रूस पर और रहा हुआ है। ഈ കർത്താവിന്റെ ശവശരീരം ക്രൂശിൽ നിറക്കി ഒരു അടക്ക ശുശ്രൂഷ നടത്തുന്ന ഒരു സാമാന്യ മര്യാദ പോലും ഈ വലിയവരാകുവാൻ ആഗ്രഹിച്ച, ഇടത്തും വലത്തും ഇരിക്കുവാൻ ആഗ്രഹിച്ച, ഞാൻ നിന്നോട് കൂടെ മരിക്കുവാൻ തയ്യാറായിരിക്കുന്നെന്ന് പറഞ്ഞ ഇവർക്കാർക്കും കഴിഞ്ഞില്ല എന്നുള്ളത് നാം ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കണം. अब एक बात हमको ध्यान देना है, यीशु के साथ सदा संग रहने वाले लोग और चिन्ह चमत्कार देखे हुए व्यक्ति और दाएं बाएं बैठने के लिए कोशिश करने वाला, कभी नहीं छोड़ूंगा और तेरे साथ संग रहूंगा बोलने वाला पतरस, या इसी प्रकार के चेले लोग यीशु मसीह के क्रूस पर मृत्यु के बाद उनके लाश को वहां से उतारते हुए और खबर देने के लिए भी इन लोगों ने तैयार नहीं हुआ है। ഈ അഹങ്കാരം പറഞ്ഞവരെല്ലാം കർത്താവിനെ വിട്ട് ഓടിപ്പോയപ്പോൾ, കർത്താവിന്റെ ശവശരീരം കാണാതെ കടന്നുപോയപ്പോൾ, യേശുവിന്റെ കൂടെ ചേർന്ന് നടന്നിട്ടില്ലാത്ത യേശുവിന് രഹസ്യ ശിഷ്യനായിരുന്ന രണ്ടുപേർ മുന്നോട്ട് വന്നു. और ये अपना प्रथम चेले लोग सब यीशु मसीह के लाश को देखने के बावजूद भी और ख्याल नहीं करते हुए उन सब छोड़कर चला गया। उस समय यीशु मसीह के गुप्त चेले लोगों में से दो जन सामने आ गया। യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന് 38 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നിക്കോദേമോസും അരിമത്ഥ്യയിലെ യോസേഫും കൂടെ വന്ന് ആ ശവശരീരത്തിന് മാന്യമായിരിക്കുന്ന ഒരു അടക്ക ശുശ്രൂഷ നൽകുകയാണ്. और वहां हम देख सकते योहन्ना सुसमाचार के अंदर 19 का 38 वचन में लिखा है, और यीशु मसीह के पास निकोदेमोस और यूसुफ दोनों आकर और लाश को और उतार कर उनके लिए एक अच्छा और खबर देने का सेवाई तो किया है। ഇതവർക്ക് സ്ഥാനം കിട്ടുവാൻ വേണ്ടിയല്ല, പേര് കിട്ടുവാൻ വേണ്ടിയല്ല, മറ്റുള്ളവർ പുകഴ്ത്തുവാൻ വേണ്ടിയല്ല, അഹങ്കാരം കൊണ്ടല്ല ഇത് ചെയ്തത്, യേശുവിനോടുള്ള വലിയ സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്തത്. और उनका नाम कमाने के लिए, बड़ा बनने के लिए, अहंकार के साथ और घमंड दिखाने के लिए और बड़ा नाम पद मिलेगा, ये सब सोच कर नहीं, और इन लोगों ने जो किया यीशु मसीह से बहुत ज्यादा प्रेम करने के कारण किया। നാം നമ്മോട് തന്നെ ചോദിക്കണം, നമ്മുടെ ശുശ്രൂഷകൾ എങ്ങനെയുള്ളതാണ്? हम अपने आप से सवाल करें, हमारा सेवकाई किस प्रकार के हैं? നാം പേര് കിട്ടുവാൻ വേണ്ടി, മറ്റുള്ളവർ പുകഴ്ത്തുവാൻ വേണ്ടി കർത്താവിനെ സ്നേഹിക്കുന്നവരും സേവിക്കുന്നവരുമാണോ? क्या हम दूसरे का नाम कमाने के लिए, दूसरा हमें तारीफ करने के लिए प्रभु की सेवा करने वाले लोग हैं? അതോ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണോ നാം ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നത്? या हम प्रभु यीशु मसीह से प्रेम करने के कारण सेवकाई में लगे रहते हो? നമ്മൾ സ്വസ്നേഹികളും അഹങ്കാരികളും വമ്പ് പറയുന്നവരുമാകരുത്. और हम खुद का प्रेम करने वाला, अहंकार की बात बोलने वाला और बड़े बड़े ढींग मारने वाला व्यक्ति ना बने।
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാം കർത്താവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന അവസ്ഥയിൽ നാമും എത്തിച്ചേരും. और ऐसा करने वाले लोग प्रभु यीशु मसीह को छोड़कर हम भी भागने वाले लोगों के और दृष्ट में आ जाएगा. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. और एक बात नहीं बोलकर मैं अपना शब्दों को विराम करना चाहता हूं. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം, യോഹന്നാൻ സുസമാചാर 16 अध्याय അതിന്റെ 1-ാമത്തെ വാക്യം. और उसका पहला वचन, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. और तुम ठोकर ना खाने के लिए इस वचन को तुमसे बताता हूं. 2-ാമത്തെ വാക്യം, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. और उसके बाद उसका दूसरा वचन में लिखा है, वे तुम्हें आराधनालयों में निकाल देगा, वह समय आता है कि जो कोई तुम्हें मार डालेगा वह समझेगा. നാം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയാണ്. और हम आज और अनुभव करने वाला एक बहुत बड़ा समस्या के बारे में वो हमें दिखाते हैं. ലോകവ്യാപകമായിട്ട് വിശ്വാസികൾക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. और दुनिया के लोग और मसीह लोगों के विरुद्ध में कई प्रकार की सताव कर रहे हैं. പലതരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. कई प्रकार की समस्या परेशानियां मसीह लोगों के विरुद्ध में करते रह रहे. 2019-ൽ 2000-ലധികം മിഷണറിമാർ കൊല ചെയ്യപ്പെട്ടപ്പോൾ 2020-ൽ 4000-ലധികം മിഷണറിമാർ കൊല ചെയ്യപ്പെട്ടു. और 2019 में 2000 से अधिक लोग मारा गया, तो 2020 में 4000 से अधिक लोग मारा गया. സങ്കീർത്തനങ്ങളിൽ പറയുന്നത് പോലെ അനേകം പള്ളികൾ തീ വെച്ച് ചുട്ടുകരിക്കപ്പെട്ടു. भजन संहिता में इसी प्रकार लिखा है, कई चर्चों में आग से जलाया गया. ഓരോ ദിവസം കഴിയുന്തോറും വിശ്വാസികളുടെ എണ്ണം കൂടുന്നു. ദൈവവേലക്കാരുടെ നേരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. और एक दिन में विश्वासियों का गिनती तो बढ़ते हैं और साथ ही साथ और मसीहों के विरुद्ध में सताव भी बढ़ रहा है. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാനിത് നിങ്ങളോട് പറയുന്നു. यीशु मसीह उन लोगों से कहते हैं कि तुम ठोकर ना खाओ, इसके लिए मैंने इस बातों को लिखा. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാകും. और जीवन के अंदर प्रतिकूल वातावरण आएगा. ഇയ്യോബിന്റെ ജീവിതത്തിലെ കഷ്ടത കണ്ടപ്പോൾ ഇയ്യോബിന്റെ ഭാര്യ പറഞ്ഞു, നിന്റെ വിശ്വാസം ത്യജിച്ചു പറഞ്ഞിട്ട് നിന്റെ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പോയി ചത്തുകളക എന്നാണ് ഇയ്യോബിന്റെ ഭാര്യ പറയുന്നത്. अय्यूब के जीवन के अंदर कई प्रतिकूल वातावरण, दुख तकलीफ परेशानी आते समय अय्यूब के पत्नी इस प्रकार बोलने लगी, और तुम अपना ईश्वर को छोड़ दो और उसके बाद जाकर मर जाओ. അങ്ങനെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കുന്ന പലരും പറഞ്ഞു എന്ന് വന്നേക്കാം. और उसी प्रकार हमारे जीवन के अंदर भी हमें प्रेम करने वाले कई लोग इसी प्रकार की बात बोल सकता है. നമ്മുടെ കൂട്ടു സഹോദരങ്ങളും നമ്മുടെ വേലക്കാരും കൂട്ടുവേലക്കാരും എല്ലാം ഒരുപക്ഷെ ഇതുപോലെ പറഞ്ഞേക്കാം, ഇനിയും എന്തിന് പിടിച്ചു നിൽക്കുന്നു, മടങ്ങി വരിക എന്ന്. और हमारे साथ सेवा करने वाला हमारा दोस्त मित्र सभी लोग बोल सकते हैं, अभी क्यों वैसे रह रहे हैं और तुम वापस आ जाओ. അവിടെ ഇയ്യോബ് പറഞ്ഞതുപോലെ പറയുവാൻ കഴിയണം, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന്. और उसी समय हम ये अय्यूब के समान बोलने के लिए तैयार होना है, परमेश्वर ने दिया, परमेश्वर ने लिया, परमेश्वर की नाम की महिमा हो. ഇയ്യോബിന്റെ ജീവിതത്തിലെ കഷ്ടതകളുടെ മധ്യത്തിൽ ഇയ്യോബ് ഇടറിപ്പോകാതെ പിടിച്ചു നിന്നതുപോലെ നാമും പിടിച്ചു നിൽക്കുവാൻ കർത്താവ് നമ്മെ മുന്നമേ അറിയിച്ചിരിക്കുകയാണ്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന്. और अय्यूब के समान जीवन के अंदर परेशानी, समस्या, तकलीफ आते समय और ठोकर ना खाते हुए और मसीह जीवन में और दृढ़ता से रहा, उसी प्रकार हम भी रहने के लिए प्रभु इसी प्रकार की सूचना हमें और बताते हैं. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, और मुझे सुनने वाला प्रिय परमेश्वर के लोगों, നിങ്ങൾ എല്ലാവരും പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. और आप सब बड़े बहुत बड़ा समस्या से होकर गुजरते हैं, मुझे मालूम है. നിങ്ങൾ ഓരോരുത്തരും ജീവൻ മരണ പോരാട്ടത്തിലാണ്. और आप सब जीवन और मृत्यु के सामने जो लड़ते रहता है. സുവിശേഷീകരണം എന്ന് പറയുന്നത് ജീവനെ പണയം വെച്ചുകൊണ്ടുള്ള ഒരു ഞാണിന്മേൽ കളിയാണ്. और सुसमाचार की सेवकाई बोलने से हम अपना जीवन के प्रति और एक खतरे की अवस्था में होकर गुजरते हैं.
എന്നാൽ ഓർക്കണം, കർത്താവ് നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. लेकिन याद रखिए प्रभु हमारे लिए एक वायदा को दिया है, ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന്. और दुनिया के अंत तक सदा सर्वदा मैं तेरे संग रहूंगा. ആ കർത്താവിലാണ് നാം ആശ്രയിക്കുന്നത്. वो प्रभु यीशु मसीह पे हमारे आश्रय रखा है, ആ കർത്താവിലാണ് നാം വിശ്വസിക്കുന്നത്. वो प्रभु यीशु मसीह पर हम विश्वास करते हैं. ആ കർത്താവിന്റെ കരങ്ങളിലേക്കാണ് നമ്മെ സമർപ്പിച്ചിരിക്കുന്നത്. वो प्रभु यीशु मसीह के हाथों में अपना जीवन को समर्पित किया. അതുകൊണ്ട് പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ഒരിക്കലും തളർന്നു പോകരുത്. और इसलिए प्रतिकूल वातावरण में, समस्या में हम कभी भी तक ना जाए. ഒരു ഭാഗത്ത് സുവിശേഷ വിരോധികൾ നമ്മെ ആക്രമിച്ചു എന്ന് വന്നേക്കാം. हो सकता सुसमाचार का विरोध करने वाला हमें आक्रमण कर सकता है. മറുഭാഗത്ത് പിശാച് മാരകമായിരിക്കുന്ന രോഗങ്ങൾ നമുക്ക് തന്നു എന്ന് വന്നേക്കാം. हो सकता दूसरा जगह पर शैतान हमें कई प्रकार की बीमारी डाल देंगे. മറ്റൊരു ഭാഗത്ത് നാം എത്ര അധ്വാനിച്ചിട്ടും ആത്മാക്കളെ നേടുവാൻ പ്രയാസമുണ്ടായി എന്ന് വന്നേക്കാം. हो सकता दूसरा जगह पर हम मेहनत करने के बावजूद भी आत्माओं को जीतने में दुख परेशानी हो सकता है. എന്നാൽ കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കരുത്. लेकिन अगर के ऊपर हाथ रखने के बाद हम पीछे ना हटे. നിങ്ങളോട് കൂടെയുള്ളവൻ ഈ ലോകത്തെ ജയിച്ചവനാണ്. आपके साथ जो रहने वाला इस संसार को जीत लिया हुआ प्रभु है. നമുക്ക് ഈ ലോകത്തിൽ അനുഭവിക്കുവാനായിട്ടുള്ള എല്ലാ കഷ്ടതകളും നമുക്ക് മുമ്പേ അനുഭവിച്ച് അതിന്മേൽ ജയമെടുത്തവനാണ് നമ്മോട് കൂടെയുള്ളവൻ. और हम जो कुछ भी क्लेश दुख सकड़ और हम जो अनुभव करते उससे पहले सब कुछ अनुभव किया हुआ जय पाए हुए प्रभु हमारे साथ है. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ, और इसलिए आपका जीवन के अंदर जो कुछ भी तकलीफ परेशानी होने के समय है, ഈ ഭാരങ്ങളെല്ലാം എന്റെ മേലിട്ടുകൊള്ളുവിൻ എന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. प्रभु यीशु मसीह कहता है तुम्हारा बोझ मेरे ऊपर डाल दे. ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. मैं अपने शब्दों को विराम करने के लिए चाहता है. നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ മനസ്സിൽ പിശാച് സംശയത്തിന്റെ വിത്തുകൾ വിതയ്ക്കുമ്പോൾ, और हमारे जीवन के अंदर शैतान कई प्रकार के संदेश का जो बीज डालते समय है, നാം കർത്താവിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് നമുക്ക് സംശയങ്ങൾ, കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, और प्रभु हमारे जीवन में सौंपे हुए सेवकाई में हमें संदेह आने के समय है, നാം കർത്താവിന്റെ അടുക്കലേക്ക് പോകണം. हम प्रभु यीशु मसीह के पास जाना है. യേശുവിനോടാണ് നാം സംശയങ്ങൾ തീർക്കുവാനായിട്ടുള്ളത്. यीशु मसीह के पास जाकर हम अपने संदेह को बताना है. മറ്റുള്ളവരുടെ നന്മകളിൽ സന്തോഷങ്ങളിൽ നാം ഒരിക്കലും അസൂയപ്പെടരുത്. और दूसरों के और आशीषों को देखते हुए हमें कभी जलन नहीं होना है. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് നൽകി ദൈവം നമ്മെ ഉയർത്തുമ്പോൾ നാം ഒരിക്കലും അഹങ്കരിച്ചു പോകരുത്. और हमारे जीवन के अंदर बहुत प्रकार के अनुग्रह और आशीषों को देखते हुए प्रभु हमें बढ़ाते समय कभी भी हम अहंकार और घमंड नहीं होना है. നാം ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടറിപ്പോകരുത്. और हम प्रभु यीशु मसीह में भय भक्ति के साथ जीवित रहते समय हमारे जीवन में दुख तकलीफ आते समय हम ठोकर नहीं खाना है. ഓരോ നിമിഷവും ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുക. एक एक दिन हम प्रभु यीशु मसीह के साथ मिलकर चले. കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ശക്തി പ്രാപിക്കുക. प्रभु यीशु मसीह की उपस्थिति में बैठते हुए सामर्थ्य को पाए. ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുക. प्रभु यीशु मसीह की इच्छा हमारे प्रति क्या है उसको बस्तों को पहुंचाना. അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ നിറവേറ്റുക. वो हमें दिया हुआ उत्तरदायित्व को और संपूर्णता से सामर्थ्य के साथ हम विश्वास योग्यता से पूर्ति करें. കർത്താവ് നമ്മെ നോക്കിക്കൊണ്ട് പറയട്ടെ, നല്ലവനും വിശ്വസ്തനുമായ ദാസൻ എന്ന്. प्रभु हमें देखते हुए इस बातों को बोलने पाए और अच्छा भला और विश्वास योग्य दास है. നാം ഇടറിപ്പോകാതെ നിലനിന്നാൽ യോബിന് ലഭിച്ചതുപോലെ ഇരട്ടി നന്മകൾ കർത്താവ് നമുക്ക് നൽകി നമ്മെ മാനിക്കും. और हम ठोकर ना खा तो ये विश्वास योग्यता से स्थिर रहेगा तो अय्यूब को मिले हुए वैसे ही 2 गुना सामर्थ्य और आशीष बहुत भलाई को देकर प्रभु हमें आशीष देगा. എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് നിത്യരാജ്യത്തിലേക്ക് പ്രവേശനം നൽകി നിത്യസന്തോഷം അനുഭവിക്കുവാൻ നമ്മയും കൂടെ അവൻ ചേർത്തുകൊള്ളും. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. उससे बढ़कर और हम आनंदकाल का बारिश बनने के लिए प्रभु हमें और ले जाएगा और उसके प्रभु हमें सहायता करे और प्रभु के उपस्थिति में उनकी आज्ञा को पालन करते रहने के लिए प्रभु हम सबों को आशीष देवे.